എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻസും ആ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ടുള്ള തിയറിയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. കഴിഞ്ഞ അസിസ്റ്റന്റ് ഡയറക്ടർ എക്സാമിന് ഇതേ സിലബസ് ആണ്, ഈ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിന്റെ സെയിം സിലബസ് ആയിരുന്നു എക്സാമിന് ഉണ്ടായിരുന്നത്. അപ്പം അന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ആ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്ത് നമുക്ക് എന്തൊക്കെ തിയറി പഠിക്കണം, ആ തിയറിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉള്ളത്. ഫുൾ ക്വസ്റ്റ്യൻസ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യില്ല. അതിലെ കുറച്ച് ക്വസ്റ്റ്യൻസും അതിനെ ബേസ് ചെയ്തിട്ടുള്ള തിയറിയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പോയിന്റ് സം ഓഫ് ഐഗൺ വാല്യൂസ് ഓഫ് മെട്രിക്സും, നമ്മൾ രണ്ടാമതായിട്ട് പഠിക്കുന്നത് പ്രൊഡക്റ്റ് ഓഫ് ഐഗൺ വാല്യൂസ് ഓഫ് മെട്രിക്സും എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. എക്സാമിന് ഇത് രണ്ടും ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരുന്നു. അതായത് ഐഗൺ വാല്യൂസിന്റെ സം കണ്ടുപിടിക്കാനും ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, പ്രൊഡക്റ്റും കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കാൻ നമുക്ക് നോക്കാം. സം ഓഫ് ഐഗൺ വാല്യൂസ് ഓഫ് മെട്രിക്സ് ഈക്വൽ ടു ട്രേസ് ഓഫ് മെട്രിക്സ്. അതായത് ഇറ്റ് ഈസ് ഈക്വൽ ടു സം ഓഫ് ഡയഗണൽ എലമെന്റ്സ് ഓഫ് മെട്രിക്സ്. ഒരു മെട്രിക്സിന്റെ ഡയഗണൽ എലമെന്റ്സിന്റെ സം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ, അതിന്റെ പ്രിൻസിപ്പൽ ഡയഗണൽ എലമെന്റ്സിന്റെ സം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഐഗൺ വാല്യൂവിന്റെയും സം കിട്ടും. അടുത്തത് ഐഗൺ വാല്യൂസിന്റെ പ്രൊഡക്റ്റ് ആണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിലോ, നമ്മൾ ജസ്റ്റ് ആ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ നമുക്ക് അതിന്റെ പ്രൊഡക്റ്റും കിട്ടും. ഈ രണ്ട് പോയിന്റും ഓർത്തിരിക്കുക. അപ്പൊ നമുക്കിനി ക്വസ്റ്റ്യൻസ് നോക്കാം. ഇതായിരുന്നു ഒരു ക്വസ്റ്റ്യൻ. ദ പ്രൊഡക്റ്റ് ഓഫ് ഐഗൺ വാല്യൂ ഓഫ് 2, 3, 7, 8 മെട്രിക്സ് ഇസ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇപ്പൊ ഈ ഒരു മെട്രിക്സ്, ഒരു 2x2 മെട്രിക്സ് തന്നിട്ടുണ്ട്. ആ മെട്രിക്സിന്റെ ഐഗൺ വാല്യൂവിന്റെ പ്രൊഡക്റ്റ് ആണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഇതിന്റെ ഡിറ്റർമിനന്റ്, പ്രൊഡക്റ്റ് എന്താണ്, ഐഗൺ വാല്യൂവിന്റെ പ്രൊഡക്റ്റ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, അതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ച് നമുക്ക് അതിന്റെ പ്രൊഡക്റ്റും കിട്ടും. സോ ഡിറ്റർമിനന്റ് ഓഫ് 2, 3, 7, 8 ഇസ് ഈക്വൽ ടു, ഡിറ്റർമിനന്റ് എങ്ങനെ കണ്ടുപിടിക്കാം 2x2ന്റെ, ജസ്റ്റ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക 2 into 8 minus 7 into 3. So 16 minus 21 equal to minus 5. So ഇതിന്റെ ആൻസർ നമ്മൾ ജസ്റ്റ് ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ചു, ആൻസർ -5 ആണ്. അടുത്തത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് സം ഓഫ് ഐഗൺ വാല്യൂസ് കണ്ടുപിടിക്കാനാണ്. അപ്പൊ ഇതാണ് ക്വസ്റ്റ്യൻ. ദ സം ഓഫ് ഐഗൺ വാല്യൂസ് ഓഫ് ഈ ഒരു മെട്രിക്സ് 5, 4, 1, 1, 2, 2, 3, 2, 0 ഇസ് എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇപ്പൊ സം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ പ്രിൻസിപ്പൽ ഡയഗണൽ എലമെന്റ്സിന്റെ സം കണ്ടുപിടിച്ചാൽ നമുക്ക് ഐഗൺ വാല്യൂവിന്റെയും സം കിട്ടും. അതായത് 5 + 2 + 0 കണ്ടുപിടിച്ചാൽ മതി. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു 5 + 2 + 0 ഈക്വൽ ടു 7. സോ 7 ആണ് ഇതിന്റെ ആൻസർ. സോ ഇത് രണ്ടും ഓർത്തിരിക്കുക. സം ഓഫ് ഐഗൺ വാല്യൂസ് എങ്ങനെ കണ്ടുപിടിക്കാം, ഡയഗണൽ എലമെന്റ്സിന്റെ സം കണ്ടുപിടിക്കുക. പ്രിൻസിപ്പൽ ഡയഗണൽ എലമെന്റ്സിന്റെ സം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഐഗൺ വാല്യൂസിനെയും സം കിട്ടും. ഇനി പ്രൊഡക്റ്റ് കണ്ടുപിടിക്കണമെങ്കിലോ, പ്രൊഡക്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ അതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക. സോ നമുക്ക് പ്രൊഡക്റ്റും കിട്ടും. സോ അങ്ങനെയാണ് സം ആൻഡ് പ്രൊഡക്റ്റ് ഓഫ് ഐഗൺ വാല്യൂസ് കണ്ടുപിടിക്കുന്നത്. അടുത്തത് പ്രൊഡക്റ്റ് ഓഫ് മെട്രിക്സിനെ ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് രണ്ട് മെട്രിക്സിന്റെ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കണം. എ എന്നൊരു മെട്രിക്സ്, ബി എന്ന് പറഞ്ഞ മറ്റൊരു മെട്രിക്സ്. ഇതിന്റെ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ ഓർഡർ എങ്ങനെയായിരിക്കണം, number of columns in first matrix
ഈക്വൽ ടു നമ്പർ ഓഫ് റോസ് ഇൻ സെക്കൻഡ് മെട്രിക്സ് ആയിരിക്കണം. അതായത് ഇപ്പൊ ഒരു 3/2 മെട്രിക്സ് ആണ് എ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് 4/2 മെട്രിക്സ് ആയ ബി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ? പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം നമ്പർ ഓഫ് കോളംസ് ഇൻ ഫസ്റ്റ് മെട്രിക്സ് ഷുഡ് ബി ഈക്വൽ ടു നമ്പർ ഓഫ് റോസ് ഇൻ സെക്കൻഡ് മെട്രിക്സ്. ഇത് നിങ്ങൾക്ക് അറിയാലോ അല്ലെ? ഒരു മെട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു m/n എന്നാണ് ഓർഡർ എങ്കിൽ m എന്ന് പറയുന്ന നമ്പർ ഓഫ് റോസും n എന്ന് പറയുന്നത് നമ്പർ ഓഫ് കോളംസും ആയിരിക്കും. സോ നമ്പർ ഓഫ് കോളംസ് ഇൻ ഫസ്റ്റ് മെട്രിക്സ് ഈക്വൽ ടു നമ്പർ ഓഫ് റോസ് ഇൻ സെക്കൻഡ് മെട്രിക്സ് ആണെങ്കിൽ മാത്രമേ നമുക്ക് പ്രൊഡക്റ്റ് ഓഫ് ദ മെട്രിക്സ് കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അത് മാത്രമല്ല വേറൊരു കാര്യമുണ്ട്. നമുക്കിത് പ്രൊഡക്റ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞ ശേഷം ഉദാഹരണത്തിന് 2/3 എന്ന് പറയുന്ന ഒരു ഓർഡർ ഉള്ള എ എന്ന് പറഞ്ഞ മെട്രിക്സും 3/4 എന്ന് പറയുന്ന ഓർഡർ ഉള്ള ബി എന്ന് പറഞ്ഞ മെട്രിക്സും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ടന്റ് മെട്രിക്സിന്റെ ഓർഡർ 2/4 ആയിരിക്കും. 2/4 ആയിരിക്കും. അപ്പൊ ഇത് ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. If A is 5/3 matrix and B is 3/2 matrix, then what is the order of product AB? അപ്പൊ ഫസ്റ്റ് ഇത് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റുമോ? നമുക്ക് പറ്റുമല്ലേ? കാരണം നമ്പർ ഓഫ് കോളംസ് ഓഫ് മെട്രിക്സ് A is equal to number of rows of മെട്രിക്സ് ബി. സോ പ്രൊഡക്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റും ഇതിനകത്ത്. ഇതിന്റെ റിസൾട്ട് മെട്രിക്സിന്റെ ഓർഡർ എന്തായിരിക്കും? പ്രൊഡക്റ്റിന്റെ ഓർഡർ എന്തായിരിക്കും? 5/2. 5/2 ആണ് ഓർഡർ. ഇതാണ് ആൻസർ. സോ ഇതും ADക്ക് എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആണ്. അടുത്ത് നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ് ട്രാൻസ്പോസിനെ കുറിച്ച് പഠിക്കാം. കാരണം ഇതിനെ ബേസ് ചെയ്തിട്ടും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് അസിസ്റ്റന്റ് ഡയറക്ടർ എക്സാമിന്. അപ്പൊ ആദ്യം ട്രാൻസ്പോസ് എന്താണ് എന്ന് മനസ്സിലാക്കണം. ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ഒരു മെട്രിക്സിന്റെ റോസും കോളംസും നമ്മൾ സ്വിച്ച് ചെയ്ത് കിട്ടുന്ന ഒരു പുതിയ മെട്രിക്സ് ആണ് ട്രാൻസ്പോസ്. ഓക്കെ, അതായത് ഒരു മെട്രിക്സ് 1 2 3 4 5 6 7 8 9 ഇതാണ് ഒരു മെട്രിക്സ് എന്ന് കരുതുക. ഇതിന്റെ ട്രാൻസ്പോസ് ഇതിന്റെ റോസ് കോളവും കോളം റോസ് ആവും. സോ 1 2 3 4 5 6 7 8 9 എന്ന് പറഞ്ഞ റോ അതും കോളായി. സോ ഇതാണ് ട്രാൻസ്പോസ്. ഓക്കെ, ഇനി ഇതിന്റെ പ്രോപ്പർട്ടീസ് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എ ട്രാൻസ്പോസിന്റെ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എ തന്നെ കിട്ടും. അതായത് 2 പ്രാവശ്യം ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എ തന്നെ നമുക്ക് കിട്ടും. അതായത് അതിന്റെ ഒറിജിനൽ മെട്രിക്സ് തന്നെ നമുക്ക് കിട്ടും. ഇഫ് വി ടേക്ക് ട്രാൻസ്പോസ് ഓഫ് ദ ട്രാൻസ്പോസ് മെട്രിക്സ്, then the matrix obtained is the original matrix. Okay, ഇനി അടുത്ത പ്രോപ്പർട്ടി, നമ്മൾ ആദ്യം 2 മെട്രിക്സ് എടുക്കുക. അത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് കിട്ടുന്ന ആഡഡ് മെട്രിക്സ് അതിന്റെ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു A transpose plus B transpose. A plus B whole transpose equal to A transpose plus B transpose. അതായത് ട്രാൻസ്പോസ് ഓഫ് അഡീഷൻ ഓഫ് 2 matrices A and B will be equal to the sum of transpose of individual matrices A and B. Okay. അടുത്ത പ്രോപ്പർട്ടി മൾട്ടിപ്ലിക്കേഷൻ ബൈ കോൺസ്റ്റന്റ്.
നമ്മൾ എ എന്ന് പറഞ്ഞ മെട്രിക്സ് ഉണ്ട്, അതിനെ ജസ്റ്റ് കെ വെച്ചിട്ട് ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു കെ ഇൻറ്റു എ ട്രാൻസ്പോസ്. ഓക്കെ അല്ലേ? അതായത് ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞിട്ട് കോൺസ്റ്റന്റ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതും ആദ്യം ഒറിജിനൽ മെട്രിക്സിനെ കെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ട്രാൻസ്പോസ് എടുക്കുന്നതും രണ്ടും സെയിം ആണ്. ഇത് നോക്കിയാൽ മതി കേട്ടോ നിങ്ങൾ. കെ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു കെ ഇൻറ്റു എ ട്രാൻസ്പോസ്. അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ പ്രോപ്പർട്ടി ഓഫ് ട്രാൻസ്പോസ്. ആദ്യം നമ്മൾ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുക. എ ബി ഹോൾ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ്. ഓക്കെ, അതാണ് മൾട്ടിപ്ലിക്കേഷൻ പ്രോപ്പർട്ടി ഓഫ് ട്രാൻസ്പോസ്. ഇതിനെ കുറിച്ചിട്ടാണ് നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ വന്നത്. ഓക്കെ, ഇത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ, ഇത് ബേസ് ചെയ്യുന്നല്ല, ഇത് ഡയറക്റ്റ് ആയിട്ടാണ് ആക്ച്വലി ക്വസ്റ്റ്യൻ വന്നത്. ഇതെന്താണ് ആക്ച്വലി? ട്രാൻസ്പോസ് ഓഫ് ദ പ്രൊഡക്റ്റ് ഓഫ് ടു മെട്രിസസ് is equal to the product of transpose of two matrices in reverse order. Okay, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ, ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് ആണ്, എ ട്രാൻസ്പോസ് ബി ട്രാൻസ്പോസ് അല്ല. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. If A transpose denotes transpose of A, then AB whole transpose equal to എന്താണ്? അതാണ് ക്വസ്റ്റ്യൻ. ആൻസർ എന്താണ്? സി ആണ് ആൻസർ. ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട് 0h മൈനസ് ജി മൈനസ് എച്ച് 0f g മൈനസ് എഫ് 0 ഇസ് എ ഡാഷ് മെട്രിക്സ്. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ഇതിന് മുന്നത്തെ ക്ലാസ്സിൽ. അപ്പൊ നമ്മൾ വേഗം നമുക്കിത് നോക്കി പോകാം. അപ്പൊ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റണം, ഇതൊരു സ്കെയിലാർ മെട്രിക്സ് അല്ല, ഇതൊരു ഡയഗണൽ മെട്രിക്സും അല്ല. അപ്പൊ ഡയഗണൽ മെട്രിക്സ് എന്ന് വെച്ചാൽ എന്താണ്? ഈ പ്രിൻസിപ്പൽ ഡയഗണൽ എലമെന്റിന് പുറത്തുള്ള, അതായത് ഈ ഒരു പ്രിൻസിപ്പൽ ഡയഗണൽ എലമെന്റ്സിന് പുറത്തുള്ള ബാക്കി എല്ലാ എലമെന്റ്സും 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത് ഡയഗണൽ മെട്രിക്സ് ആണോ? അല്ല, ഇത് ഡയഗണൽ മെട്രിക്സ് അല്ലാതെ മനസ്സിലായി. ഇനി സ്കെയിലാർ മെട്രിക്സ് എന്ന് പറയുന്നത്, ഞാൻ എക്സാമ്പിൾ എഴുതരാം. ഇങ്ങനെ, ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഡയഗണൽ മെട്രിക്സ്. ഓക്കെ, ഈ സ്കെയിലാർ മെട്രിക്സ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ഡയഗണൽ മെട്രിക്സ് ആണ്. ആൻഡ് അവരുടെ പ്രിൻസിപ്പൽ ഡയഗണൽ എലമെന്റ്സിന്റെ എല്ലാ എലമെന്റ്സും സെയിം ആയിരിക്കും. കണ്ടോ, ഇതെല്ലാം ഇവിടെ 2 ആണ് ഈ എക്സാമ്പിളിൽ. സോ ഇതൊരു ടൈപ്പ് ഓഫ് സ്കെയിലാർ മെട്രിക്സ് ആണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന അപ്പൊ സ്കെയിലാർ മെട്രിക്സ് ആണോ? അല്ല. സോ സ്കെയിലാർ മെട്രിക്സും അല്ല ഡയഗണൽ മെട്രിക്സും അല്ല എന്ന് മനസ്സിലായി. ഇനി അടുത്ത് നമ്മൾ ഇത് സ്ക്യൂ ആണോ സിമെട്രിക് ആണോ എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ ട്രാൻസ്പോസ് കണ്ടുപിടിക്കണം. ഈ ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ് ആണ് നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത്. അത് നമ്മൾ ഓൾറെഡി മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്താണ് സ്ക്യൂ സിമെട്രിക്കും സിമെട്രിക്കും, പിന്നെ ഈ സ്കെയിലാർ എന്താണ്, ഡയഗണൽ മെട്രിക്സ് എന്താണെന്നൊക്കെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ നമുക്ക് സിമെട്രിക് ആണോ സ്ക്യൂ സിമെട്രിക് ആണോ എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമുക്ക് ഇതിന്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കണം. ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജസ്റ്റ് റോയും കോളവും തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യാം, സ്വിച്ച് ചെയ്യാം. സോ 0 മൈനസ് എച്ച് ജി എച്ച് 0 മൈനസ് എഫ് മൈനസ് ജി എഫ് 0. ഓക്കെ, അങ്ങനെ നമുക്ക് ഇതിന്റെ എ ട്രാൻസ്പോസ് കിട്ടി. റോയും കോളവും ജസ്റ്റ് ഇന്റർചേഞ്ച് ചെയ്തു. അപ്പൊ എ ട്രാൻസ്പോസും ഈ എ എന്ന് പറഞ്ഞ ഈ ഒരു മെട്രിക്സും സെയിം ആണോ? അല്ല. സോ എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ എന്നുള്ളതാണ് സിമെട്രിക് മെട്രിക്സിന്റെ ഡെഫിനിഷൻ തന്നെ.
സോ എ ട്രാൻസ്പോസും എയും സെയിം അല്ലാത്തതുകൊണ്ട് ഇത് ഇത് സിമെട്രിക്കും അല്ല. സോ ബാക്കി എന്താ ഉള്ളത്? സ്ക്യൂ സിമെട്രിക്. സോ ഇതൊരു സ്ക്യൂ സിമെട്രിക് ആയിരിക്കും. പക്ഷെ സ്ക്യൂ സിമെട്രിക് ആണോ നമുക്ക് ചെയ്തും നോക്കാം, സോൾവ് ചെയ്ത് നമുക്ക് നോക്കാം. സ്ക്യൂ സിമെട്രിക്കിന്റെ ഡെഫിനിഷൻ എന്താണ്? എ ട്രാൻസ്പോസ് ഈക്വൽ ടു മൈനസ് എ എന്ന് കിട്ടിക്കഴിഞ്ഞാലാണ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് നമ്മൾ വിളിക്കുക. അപ്പൊ ഇത് സ്ക്യൂ സിമെട്രിക് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ മൈനസ് എയും കൂടെ ചെയ്ത് നോക്കുക. അതായത് ഈ എ എന്ന് പറഞ്ഞ ഈ മെട്രിക്സിന്റെ ഉള്ളിൽ നമ്മളൊരു മൈനസും കൂടെ ഇടുക. സോ 0 മൈനസ് എച്ച് മൈനസ് ജി ജി ആയി മൈനസ് എച്ച് എച്ചും ആവും. അങ്ങനെ നെഗറ്റീവ് ഉള്ളിലോട്ട് നമ്മൾ എടുത്താൽ മതി. എയുടെ മൈനസ് എഫ് മൈനസ് ജി എഫ് 0. ഇനി നിങ്ങൾ നോക്കിയേ, കണ്ടോ എ ട്രാൻസ്പോസും മൈനസ് എയും ഈക്വൽ അല്ലേ? യെസ്, എ ട്രാൻസ്പോസ് ഈക്വൽ ടു മൈനസ് എ. അതിന്റെ അർത്ഥം ഇതെന്താണ്? ഒരു സ്ക്യൂ സിമെട്രിക് ആണ്.